ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ ചെയ്യുന്ന ഒരു കാര്യവും പരാജയപ്പെടുത്തില്ല. ആ വ്യക്തി സഞ്ചരിക്കുന്ന ചലിക്കുന്ന എല്ലാ വഴികളിലും ദൈവം അവൻ്റെ കൂടിരിക്കും. അവനെല്ലാ കാര്യങ്ങളുടെ മേലും ദൈവം ഒരു അഭിവൃദ്ധി വരുത്തും. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനപ്പാടാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു കണ്ടിന്യൂസ് പ്രോസസ്. ശാശ്വതമായ അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. പൊടുന്നനെ ഒരു വിടുതൽ നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിൽ കയറി, പിന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടി, പിന്നെ അതിനേക്കാൾ വലിയ മുള്ളുകളിലേക്ക് ചെന്ന് കുത്തി, അത് കഴിഞ്ഞ് പോറലും മുറിവും വ്രണവും ഒക്കെ വന്ന് അതിനൊരു ആശ്വാസം വന്നു, പിന്നെ അതിനേക്കാൾ വലിയ കുഴിയിൽ പോയി ചാടി. അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ദൈവം ഒരു വ്യക്തി അനുഗ്രഹിച്ചാൽ അത് ശാശ്വത അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നും പറഞ്ഞു. നീ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു. ദൈവത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, അതിന്റെ കണ്ടീഷൻ, അതിന്റെ ക്രൈറ്റീരിയ ഇത്രയോ ബൈബിൾ പറയുന്നു. ദൈവാശ്രയമുള്ളൊരു മനുഷ്യനാണ്. എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഏത് പ്രായക്കാരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര വയസ്സോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, നിങ്ങൾ ജോലി ഇല്ലാത്തൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ദൈവാശ്രയമുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ സന്ദേശത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നിങ്ങളുടെ മേഖലകൾക്കകത്ത് ഒരു ബ്ലെസ്സിങ് വെളിപ്പെടും. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വരൾച്ച മാറാൻ പോവാം. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 31-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ, വെള്ളം അതിനെ വളർത്തി, ആഴി അതിനെ ഉയരുമാറാക്കി, അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി, അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി, അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്ന് അതിന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീട്ടി. ഞാൻ അങ്ങോട്ട് വായിക്കുന്നില്ല, 6 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചാൽ മതി, സമയം 10 വരെ വായിക്കാൻ. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഈ വാക്യം നിങ്ങളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലായി. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 31-ന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സപ്ലൈ ആണ് അവിടെ നടക്കുന്നത്. ഒരു സപ്ലൈ. ദൈവത്തിന്റെ സന്നിധിയിൽ ഡിമാൻഡ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ദൈവം അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ, ലിസൺ മീ കെയർഫുള്ളി, ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് ഡിമാൻഡ് ചെയ്യാൻ ദൈവം അതോറിറ്റി കൊടുക്കുന്നത് ദൈവാശ്രയമുള്ളവനെയും ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ ഉറപ്പായിട്ടും ഒരു അഭിഷേകം വഹിക്കുന്ന വ്യക്തിയായിരിക്കും. ദൈവം അപ്രൂവ് ചെയ്തിരിക്കുന്ന വ്യക്തി ഉറപ്പായിട്ടും അഭിഷേകം വഹിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ ദാവീദിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. നിങ്ങൾക്ക് അബ്രഹാമിനെ അറിയാം. ഹി വാസ് ഓൾസോ ആൻ അനോയിന്റഡ് മാൻ. നമ്മൾ അബ്രഹാം ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു, ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അബ്രഹാം ഒരു കൂനിയെ നിവർത്തി, ഇങ്ങനെയൊന്നും നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. കാരണം ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞു, ദൈവത്തെ കാണാൻ കഴിഞ്ഞു, ദൂതന്മാരെ കാണാൻ കഴിഞ്ഞു. അത് വേറെ റിലമാണ്. അതിൽ അബ്രഹാമിന് കഴിഞ്ഞത് ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. ദാനിയേൽ, ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. യോസേഫ്, ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. ദൈവം അപ്രൂവ് ചെയ്ത വ്യക്തികൾക്കെല്ലാം ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഏലിയാവ്, ഹി വാസ് ആൻ അനോയിന്റഡ് മാൻ. ഞാനത് പറയണ്ട, പ്രവാചകൻ. പക്ഷെ ആകാശത്തുനിന്ന് തീ ഇറങ്ങട്ടെ എന്ന് ഡിമാൻഡ് ചെയ്യാൻ കഴിയും. Because he was a chosen person. ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകം ക്യാരി ചെയ്തൊരു വ്യക്തിയായിരുന്നു. ദൈവ രാജ്യത്തിൽ ആകാശത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി ഡിമാൻഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവാശ്രയമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരത്തിൽ നോക്കി നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും, ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഡിമാൻഡ് ഉള്ളിടത്ത് സപ്ലൈ ഉണ്ട്.
അതാണ് ഇവിടെ വചനം ഈ യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കലേക്ക് അയച്ചു കൊടുത്തു. കാരണം അവിടെ ചിലത് പ്രാപിക്കാനുണ്ട്, അവിടെ ചിലത് വേറെ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കാൻ, റിസീവ് ചെയ്യാൻ. ഇന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് ഈ മെസ്സേജിനകത്തുനിന്ന് ഒരു ദൈവശക്തി സ്വീകരിക്കാൻ വളരെ ദാഹത്തോടെ ആഗ്രഹത്തോടിരിക്കുന്ന നിങ്ങളിലേക്ക് ദൈവം തോട്ടത്തിൽ നിന്ന് വയലിലേക്ക് വെള്ളം അയച്ചു കൊടുത്തതുപോലെ ദൈവ സന്നിധിയിൽ നിന്ന് നിന്നിലേക്ക് ദൈവം ചിലത് അയച്ചു തരാൻ പോവാണ്. ആമേൻ, ഹല്ലേലൂയ. ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വചനം. വീണ്ടും ഞാൻ യിരെമ്യാവിലേക്ക് വരട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം അതുകൊണ്ടാ 17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ആരാണ്? അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവൻ, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നവൻ, യഹോവ ആശ്രയമായിരിക്കുന്നവൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുനീരിക്കുന്നതും മായ വൃക്ഷം പോലെയാകും. ഞാനൊരു ദൂത് പറയാം, നീ ഇല കൊഴിഞ്ഞ വൃക്ഷം പോലെയല്ല, ഫലമില്ലാത്ത വൃക്ഷം പോലെയല്ല, ഉണങ്ങിപ്പോയ വൃക്ഷം പോലല്ല, ഇല വാടാത്ത വൃക്ഷം പോലെ, ഫലമുള്ള വൃക്ഷം പോലെ, വേരൂന്നിയ വൃക്ഷം പോലെ, ആ ചരിക നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ആക്കും. ആമേൻ. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. ഇതാണ് അതിന്റെ ഒരു പേടി മാറിയ വ്യക്തിയായിരിക്കും. പേടിയുണ്ടോ? ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നാളെക്കുറിച്ച് പേടിയുണ്ടോ? പേടിക്കണ്ട. വചനം പറയുന്നു, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി ദൈവം നിങ്ങൾക്ക് തരുന്ന സൗഖ്യങ്ങൾ കണ്ടിന്യൂസ് ആയിരിക്കും. ദൈവം നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ് കണ്ടിന്യൂസ് ആയിരിക്കും. ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്നാണ് അത്? നിങ്ങൾ ആറ്റരികയാണെന്ന് ഉറപ്പ് വരുത്തണം. ആരുടെയെങ്കിലും അരികെയല്ല, ആറ്റരികയാണെന്ന് ഉറപ്പ് വരുത്തണം. ഈ ആറിന്റെ അരികെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകുന്ന സ്ഥലം. അവിടെ നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നു, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ദൂത് പറയുകയാണ്, വരൾച്ചയുള്ള കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവേദനെ, വാട്ടം തട്ടാതെ നീ നിൽക്കാൻ പോവാണ്. വരൾച്ചയുള്ള കാലഘട്ടത്തിലാണ് നിന്നിൽ ദൈവം കാണുന്ന അമൂല്യമാകുന്ന കഴിവുകളെയും കൃപകളെയും നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം വരൾച്ചയുള്ള കാലത്തും നീ തകർന്നു പോകുന്നില്ല, പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ നീ വീട് പോകുന്നില്ല, പോരാട്ടമുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവിലല്ല, ദൈവത്തിന്റെ കൃപയിലാണ്. ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് എൻ്റെ കഴിവിലല്ല, ദൈവത്തിന്റെ കഴിവിലാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ കഴിവിലാണ്. ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കഴിവിൽ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വരൾച്ചയില്ലാഞ്ഞിട്ടല്ല, ചൂടില്ലാഞ്ഞിട്ടല്ല, ഉഷ്ണമില്ലാഞ്ഞിട്ടല്ല, പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ശത്രു ഇല്ലാഞ്ഞിട്ടല്ല, പ്രതിയോഗി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വിട്ടുകൊടുക്കാതെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ ദാവീദിനെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സകല പ്രാണസങ്കടങ്ങളും ദൈവം കേട്ട് ദൈവം ഉത്തരം കൊടുത്തതുപോലെ വരൾച്ചയുടെ കാലഘട്ടത്തിൽ, ഉഷ്ണത്തിന്റെ കാലഘട്ടത്തിലും ദൈവം വിട്ടുകളയാതെ മറന്നു കളയാതെ നിന്നെ ദൈവം നിർത്തിയിരിക്കുകയാണ് ഒരു ശാശ്വതമായ അനുഗ്രഹത്തിലേക്ക്. കർത്താവ് നിങ്ങളെയും കുടുംബത്തെ നയിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കുകൾ കർത്താവ് മാറ്റും. നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ആമേൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ സ്ട്രഗിൾസും ദൈവം മാറ്റും. നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്ന എല്ലാ പിന്മാറ്റ ശക്തികളെയും ദൈവം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കട്ടിയും. നിങ്ങളെ ഉഷ്ണം തട്ടാതെ നിങ്ങളെ ആറ്റരിക വേരൂന്നിയതായ ഒരു വൃക്ഷമാക്കി മാറ്റും. നിങ്ങളുടെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലഘട്ടത്തിൽ വാട്ടം തട്ടാതെ നിങ്ങൾ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും.